Hello my dear students, welcome to another class of IGNOU University second semester BCom students business law. Okay, അപ്പോൾ നമ്മുടെ സെക്കൻഡ് യൂണിറ്റിലെ ലാസ്റ്റ് പാർട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ലാപ്സ് ഓഫ് ആൻഡ് ഓഫർ, എങ്ങനെയാണ് ഒരു ഓഫർ കാലഹരണപ്പെട്ടു പോകുക അല്ലെങ്കിൽ അസാധുവായി പോവുക എന്നുള്ളതാണ് ഈ ഒരു എന്താ പറയുക ടേമിനെ കൊണ്ട് മീൻ ചെയ്യുന്നത്. സോ എക്സാമിന് ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ ചോദിച്ചിട്ടുള്ള ഒരു ഏരിയയും കൂടിയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ നിങ്ങളതൊന്ന് എന്താണ് ശരിക്കും ഒന്ന് കേട്ടിരിക്കണം. ഓക്കെ, അപ്പോൾ ലാപ്സ് ഓഫ് ആൻഡ് ഓഫർ, എങ്ങനെയാണ് ഒരു ഓഫർ ഇല്ലാതെയാവുക അല്ലെങ്കിൽ കാലഹരണപ്പെട്ടു പോവുക എന്നുള്ളതാണ്. അതിൽ ഫസ്റ്റ് പറയുന്നത് ബൈ ലാപ്സ് ഓഫ് stipulated or reasonable time. By lapse of stipulated or reasonable time. ഇവിടെ പറയുന്നത് the offer must accepted the offer with the time prescribed in the offer and if no time is prescribed it must be accepted with a reasonable time. നമ്മൾ എപ്പോഴും ഒരു ഓഫർ ആക്സെപ്റ്റ് ചെയ്യാന്ന് പറയുമ്പോൾ ആ ഓഫറിൽ ടൈം സ്പെസിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ടൈമിൻ്റെ ഉള്ളിൽ എന്ത് വേണം, ആ ഒരു ഓഫർ ആക്സെപ്റ്റ് ചെയ്യാൻ. ഇനി അങ്ങനെ ടൈം ആ ഓഫറിൽ സ്പെസിഫൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒരു റീസണബിൾ ടൈമിൽ, അതൊരു ന്യായമായ എന്താണ് ആ സമയത്തിനുള്ളിൽ ആ ഓഫർ എന്ത് ചെയ്യണം, ആക്സെപ്റ്റ് ചെയ്യണം. ഈ ന്യായമായ ടൈം അല്ലെങ്കിൽ റീസണബിൾ ടൈം എന്ന് പറയുന്നത് ഓരോ സിറ്റുവേഷനെ ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കും. ആ ഓഫറിൻ്റെ സിറ്റുവേഷനെ എന്താണ് അല്ലെങ്കിൽ കേസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഈ റീസണബിൾ ടൈം വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു പോയിന്റിൽ പറഞ്ഞ എന്താണ്, ഓഫറിൽ എന്തെങ്കിലും ഒരു പ്രിസ്ക്രൈബ്ഡ് ടൈം മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ടൈമിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്യണം, ആ ഒരു ഓഫർ ആക്സെപ്റ്റ് ചെയ്യണം. ഇല്ലെങ്കിൽ എന്താണ് ഒരു ടൈമും അവിടെ മെൻഷൻ ചെയ്തിട്ടില്ലെങ്കിൽ ഒരു റീസണബിൾ ടൈമിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്യണം, ആ ഒരു ഓഫർ ആക്സെപ്റ്റ് ചെയ്യണം. അല്ലെങ്കിൽ എന്ത് ചെയ്യും, ആ ഒരു ഓഫർ ലാപ്സ് ആയി പോകും, അതായത് കാലഹരണപ്പെട്ട് പോകുമെന്നാണ് ഈ ഒരു പോയിന്റിൽ പറയുന്നത്. നമ്മളിതിൻ്റെ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട് എം ഓഫേർഡ് ടു ബൈ ഷെയർ ഓഫ് കമ്പനി ഓൺ ജൂൺ 8. The company informed him about allotment on November 23. M refused to accept the share. It was held that M offered to buy share and lapsed because it was not accepted within the reasonable time. അതായത് എന്താണ് ആ റീസണബിൾ ടൈമിൽ എമ്മിന് എന്ത് ചെയ്യാൻ പറ്റിയിട്ടില്ല, ആ റീസണബിൾ ടൈമിൽ ഷെയർ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് തന്നെ എന്താണ് ആ ഒരു ഷെയർ കാലഹരണപ്പെട്ടു പോയി എന്നാണ് ഇവിടെ പറഞ്ഞത്. സെക്കൻഡ് പോയിന്റ് ആണ് ബൈ ഡെത്ത് ഓർ ഇൻസെൻറ്റി ഓഫ് ഓഫറർ ഓർ ദ ഓഫറി ബിഫോർ ആക്സെപ്റ്റൻസ്. അതായത് ആക്സെപ്റ്റൻസിന് മുമ്പായിട്ട് എന്താണ് നമ്മൾ ഓഫററോ അല്ലെങ്കിൽ ഓഫറിയോ മരണപ്പെട്ടു പോയാലൊക്കെ എന്താണ് ആ ഒരു ഓഫർ ലാപ്സ് ആയിട്ട് പോകും. ഓക്കെ, അപ്പോൾ അതന്നെ ഇവിടെ പറയുന്നത് എന്താണ്, ഇൻസാനിറ്റി, ഭ്രാന്തോ അല്ലെങ്കിൽ എന്തെങ്കിലും മെൻ്റലായിട്ടുള്ള ഇങ്ങനെ ഭ്രാന്ത് പോലെയോ അല്ലെങ്കിൽ എന്താണ് മരണോ എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ ആ ഓഫർ എന്താണ് കാലഹരണപ്പെട്ടു പോകുന്നതാണ് പറയുന്നത്. നമുക്ക് നോക്കാം. ആൻഡ് ഓഫർ ലാപ് ബൈ ദ ഡെത്ത് ഓർ ഇൻസാനിറ്റി ഓഫ് ആൻ ഓഫറർ ഇഫ് ദ ഫാക്ട് ഓഫ് ഹിസ് ഡെത്ത് or insanity come to the knowledge of the acceptor before he make his acceptance. But if the offer is accepted in ignorance of the death or insanity of the offerer, there will be valid contract. ഇത് പറയുന്നത് ഓക്കെ, അപ്പോൾ എന്താണ് ആ ഒരു നമ്മുടെ ഈ ഡെത്ത് ഒരു ഇൻസാനിറ്റി അതൊക്കെ അറിയുന്ന മുമ്പാണ് ഈ രീതിയിൽ എ ബിക്ക് എന്താണ് ഒരു ഓഫർ വെക്കുകയാണ്. അപ്പോൾ എക്ക് എന്താണ് അങ്ങനെ ഓഫർ അത് ആക്സെപ്റ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഡെത്ത് അല്ലെങ്കിൽ ഇൻസാനിറ്റി അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവുകയാണെങ്കിൽ ആ ഒരു ഓഫർ എന്ത് ചെയ്യാൻ പറ്റും, ക്യാൻസൽ ചെയ്യും അല്ലേ. കാരണം എന്താണ് ബിക്ക് മനസ്സിലായി അദ്ദേഹം മരണപ്പെട്ടു അല്ലെങ്കിൽ അദ്ദേഹത്തിന് മെൻ്റലായിട്ടുള്ള ഇഷ്യൂസ് ഉണ്ട് എന്നുള്ളത് ബിക്ക് മനസ്സിലായി. അപ്പോൾ അവിടെ ആക്സെപ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ആ ഒരു ആ ഒരു കോൺട്രാക്റ്റ് എന്തായിട്ട് പോകും, ക്യാൻസൽ ചെയ്ത് പോകും, ലാപ്സ് ആയിട്ട് പോകും. ഓക്കെ, എന്നാൽ വിത്തൗട്ട് നോളേജ്, അതായത് ആ വ്യക്തി മരണപ്പെട്ടു അല്ലെങ്കിൽ എന്താണ് അയാൾക്ക് മെൻ്റലി ആയിട്ടുള്ള ഇഷ്യൂസ് ഉണ്ട്, ഭ്രാന്ത് ഉണ്ട് എന്നുള്ളതൊക്കെ അറിയാതെയാണ് ആ ഒരു ഓഫർ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുന്നതെങ്കിൽ അവിടെ എന്തായിട്ട് മാറും, അവിടെ ദർ വിൽ ബി എ വാലിഡ് കോൺട്രാക്റ്റ് ഉണ്ടാവുന്നു. ആ ഒരു വിത്തൗട്ട് നോളേജ് ആ മറ്റ് വ്യക്തിക്ക് ഇങ്ങനെ മരണപ്പെട്ടുണ്ടെങ്കിൽ മെൻ്റൽ ഇഷ്യൂസ് ഉണ്ടെന്ന് അറിയാതെ ഒരു ഓഫർ ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ദർ വിൽ ബി വാലിഡ് കോൺട്രാക്റ്റ്, അവിടെ ഒരു വാലിഡ് കോൺട്രാക്റ്റ് എന്താണ് ഉണ്ടാവുന്നുണ്ട് എന്നാണ് പറയുന്നത്.
അപ്പോൾ ഇവിടെ എന്താണ് മീൻ ചെയ്യുന്നത്? ഇത്തരത്തിൽ ഡെത്തോ ഇൻസാനിറ്റിയോ ഒന്നും എന്താണ് അവർ സെൽഫായിട്ട് ക്രിയേറ്റ് ചെയ്യുന്നതല്ല, അത് ഓട്ടോമാറ്റിക്കായിട്ട് സംഭവിക്കുന്നതാണ്. അല്ലാതെ സെൽഫായിട്ട് എന്താണ് മനഃപൂർവ്വം ഉണ്ടാക്കുന്നതല്ല അല്ലേ, അതെന്താണ് അങ്ങനെ സംഭവിച്ചു പോകുന്നതാണ് അല്ലേ. ശരിയല്ല, പെട്ടെന്ന് മരണപ്പെടുകയും പെട്ടെന്ന് ഭ്രാന്ത് ഉണ്ടാകുന്നൊക്കെ പറയുമ്പോൾ അതങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് വന്നു പോകുന്നതാണ്, നമ്മൾ മുൻകൂട്ടി പ്രെഡിക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമല്ല. അപ്പോൾ അങ്ങനെ ആക്സെപ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ആ ആക്സെപ്റ്ററിൻ്റെ അടുത്തേക്ക് ഇത്തരത്തിലുള്ള നോളേജ് വരികയാണെങ്കിൽ അവിടെ എന്ത് ചെയ്യുന്നില്ല, എന്തുണ്ടാവുന്നില്ല, അവിടെ ഒരു കോൺട്രാക്റ്റ് ഉണ്ടാവുന്നില്ല, ആ ഓഫർ എന്തായി പോവും, ഇല്ലാതെയായി പോകും. ഓക്കെ, അതാണ് ബൈ ഡെത്ത് ഓർ ഇൻസാനിറ്റി ഓഫ് ഓഫറർ ഓർ ദ ഓഫറി ബിഫോർ ആക്സെപ്റ്റൻസ്. ഓഫറർക്കും അത് സംഭവിക്കാം, ഓഫറിയുടെ അത് ആക്സെപ്റ്റ് ചെയ്യുന്ന വ്യക്തിക്കും അദ്ദേഹത്തിൻ്റെ മെൻ്റൽ ഇഷ്യൂസ് എന്തെങ്കിലും ഉണ്ടാവുകയാണെങ്കിലും ആ ഒരു ഓഫർ ഇല്ലാതെയായി പോകും. പക്ഷെ അത് ഓഫർ മെയ്ഡ് ചെയ്യുന്ന വ്യക്തിക്ക് ഇതേപോലെ ഇഷ്യൂസ് ഉണ്ടാവുകയാണെങ്കിലും എന്താണ് രണ്ടാളുടെ കേസിലും എന്താണ് ഇത് ബാധകമാണ്. ഓക്കെ, then next one, by failure to fulfill condition precedent to the acceptance. ഈ ഒരു പോയിന്റിൽ പറയുന്നത് ഓഫർ സ്വീകരിക്കുന്നതിന് മുമ്പ് എന്തെങ്കിലും എന്താണ് പാലിക്കേണ്ട കാര്യങ്ങൾ കണ്ടീഷൻസ് ആ ഓഫറിൽ ഉണ്ടെങ്കിൽ അത് മസ്റ്റായിട്ടും എന്ത് ചെയ്യണം, പാലിക്കണം എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ എന്താണ് ആ ഒരു ഓഫർ കാലഹരണപ്പെട്ട് പോകും അല്ലേ. അപ്പോൾ നമ്മളൊരു ഓഫർ ആക്സെപ്റ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട്, അതായത് ആക്സെപ്റ്റ് ചെയ്യുന്നതിന് ബിഫോറായിട്ട് എന്തെങ്കിലും നിബന്ധനകൾ, എന്തെങ്കിലും കണ്ടീഷൻസ് ആ ഓഫറിൽ ഉണ്ടെങ്കിൽ അത് മസ്റ്റായിട്ട് എന്ത് ചെയ്യണം, അത് ഫുൾഫിൽ ചെയ്യണം എന്നാണ് ഈ ഒരു പോയിന്റ് കൊണ്ട് മീൻ ചെയ്യുന്നത്. നമുക്കിതൊരു എക്സാമ്പിൾ നോക്കുമ്പോൾ ഒന്നുകൂടെ ക്ലിയർ ആവും. എ ഓഫർ ടു സെൽ ഹിസ് സ്കൂട്ടർ ബി ഫോർ ₹10,000 subject to the condition that B should pay ₹2,000 before a certain date. അതായത് എ ബിക്ക് തൻ്റെ സ്കൂട്ടർ ₹10,000 വിൽക്കാമെന്ന് എന്താണ് വിചാരിച്ചു, അങ്ങനെ വിൽക്കാമെന്ന് പറഞ്ഞു. ഇവിടുത്തെ കണ്ടീഷൻ എന്താണെന്ന് വെച്ചെങ്കിൽ ബി ഒരു സർട്ടൻ ഡേറ്റിന് ബിഫോറായിട്ട്, ആ ഒരു നിശ്ചിത സമയത്തിന് മുമ്പായിട്ട് ₹2,000 എന്ത് ചെയ്യണം, അത് പേ ചെയ്യണം എന്നുള്ള ഒരു കണ്ടീഷനാണ്. ആ സർട്ടൻ ഡേറ്റിന് മുമ്പായിട്ട്, ആ നിശ്ചിത ഡേറ്റിന് മുമ്പായിട്ട് ഒരു ₹2,000 നമ്മുടെ അഡ്വാൻസ് എന്ന് പറയില്ല, അതേ രീതിയിൽ ₹2,000 പേ ചെയ്യണം എന്നുള്ള കണ്ടീഷനാണ് എ ഈ ഓഫറിൽ വെച്ചിട്ടുള്ളത്. ബി ആക്സെപ്റ്റഡ് ദ ഓഫർ, ബി എന്ത് ചെയ്തു, ആ ഓഫർ ആക്സെപ്റ്റ് ചെയ്തു, ബട്ട് ഡിഡ് നോട്ട് പേ ദ മണി. പക്ഷെ ആ കണ്ടീഷൻ, അതായത് എന്താണ് പണം അടച്ചില്ല, പണം പേ ചെയ്തില്ല, ആ ഒരു കണ്ടീഷന് ആക്സെപ്റ്റ് ചെയ്തില്ല, അത് ഫുൾഫിൽ ചെയ്തില്ല. Okay, in this case the acceptance has no validity and the offer stand terminated. അപ്പോൾ എന്താണ് ഇവിടെ ആ ഒരു എന്താണ് ഓഫറിൽ ഈ ഒരു ആക്സെപ്റ്റൻസിന് എന്തെങ്കിലും അവിടെ ഒരു വാലിഡിറ്റി ഇല്ല. കാരണം എന്താണ്, എ പറഞ്ഞ കണ്ടീഷന് ബി ഫുൾഫിൽ ചെയ്തില്ല, അതുകൊണ്ട് ആ ഒരു ഓഫർ വാലിഡിറ്റി ഇല്ലാതെ പോയി, അത് ടെർമിനേറ്റഡ് ആയിട്ട് പോയി. അതാണ് ഈ ഒരു പോയിന്റിൽ പറയുന്നത്. എന്താണ് പറയുന്നത്, ബൈ ഫെയിലിയർ ടു ഫുൾഫിൽ കണ്ടീഷൻ പ്രിസിഡന്റ് ടു ആക്സെപ്റ്റൻസ്. അതായത് എന്തെങ്കിലും കണ്ടീഷൻ ഉണ്ടെങ്കിൽ അത് ഫെയിലിയർ ആവുകയാണെങ്കിൽ അവിടെ ആക്സെപ്റ്റൻസ് എന്താണ് ഇല്ലാണ്ടാവുമെന്നാണ് പറയുന്നത്. ഓക്കെ, ദെൻ ഫോർത്ത് വൺ ആണ് ബൈ റിജക്ഷൻ ഓഫ് ഓഫർ ബൈ ദ ഓഫറി. ബൈ റിജക്ഷൻ ഓഫ് ഓഫർ ബൈ ദ ഓഫറി. ഈ ഒരു പോയിന്റിൽ പറയുന്നത് ആൻഡ് ഓഫർ ലാപ്സ് ആസ് സൂൺ ആസ് ഇറ്റ് ഈസ് റിജക്റ്റഡ് ബൈ ദ ഓഫറി. ആ ഒരു ഓഫർ റിജക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ ആ ഓഫർ എന്താണ് ലാപ്സ് ആയിട്ട് പോകുന്നുണ്ട്, അത് കാലഹരണപ്പെട്ട് പോകുന്നുണ്ട്. ആ ഓഫർ റിജക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ആസ് സൂൺ ആസ് പോസിബിൾ അത് എന്തായിട്ട് മാറും, ലാപ്സ് ആയിട്ട് കാലഹരണപ്പെട്ട് പോകുന്നതാണ് പറയുന്നത്. വൺ ആൻഡ് ഓഫർ ഈസ് റിജക്റ്റഡ് ഇറ്റ് കനോട്ട് ബി റിസീവ്ഡ് സബ്സിക്വൻ്റ്ലി. അതായത് ഒരു വട്ടം ആ ഒരു ഓഫർ റിജക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്, പിന്നെ അത് വീണ്ടും അവിടെ പുനർജനിക്കുന്നില്ല, വീണ്ടും അത് ഉണ്ടാവുന്നില്ല. ഓക്കെ, അത് റിജക്റ്റ് ചെയ്തത് തന്നെയാണ്. ഓക്കെ, അതാണ് എന്താണ് ബൈ റിജക്ഷൻ ഓഫ് ഓഫർ ബൈ ദ ഓഫർ എന്നുള്ള ഒരു പോയിന്റിൽ മീൻ ചെയ്യുന്നത്. ഇനി ഫിഫ്ത്ത് പോയിന്റ് വരുന്നത് ഇഫ് ഇറ്റ് ഈസ് നോട്ട് ആക്സെപ്റ്റഡ് in the prescribed or usual model. അതായത് it is not accepted in the prescribed or usual model. അതായത് അത് ഒരു പ്രിസ്ക്രൈബ്ഡ് യൂഷ്വൽ മോഡലല്ല അത് ആക്സെപ്റ്റ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ എന്താണ്, എങ്ങനെയാണ് അത് ലാപ്സ് ആയി പോവാന്നുള്ളതാണ് അടുത്തതായിട്ട് ഈ പോയിന്റിൽ പറയുന്നത്. ഇവിടെ പറയുന്നത് എന്താണ്, സംടൈംസ് ദ ഓഫറർ പ്രിസ്ക്രൈബ് ദ മോഡ് ഓഫ് ആക്സെപ്റ്റൻസ്. ചില സമയത്ത് ആ ഓഫറർ എന്താണ് മോഡ് ഓഫ് ആക്സെപ്റ്റൻസ് പ്രിസ്ക്രൈബ് ചെയ്യും. ഓക്കെ, അത് നിശ്ചയിച്ചിട്ടുണ്ടായിരിക്കും. ഇൻ എ സച്ച് സിറ്റുവേഷൻ ദ ഓഫർ മസ്റ്റ് ബി ആക്സെപ്റ്റഡ് ഇൻ very manner and if it is not accepted in the prescribed mode the offer stands
അതായത് ആ ഒരു പ്രിസ്ക്രൈബ്ഡ് ആയിട്ടുള്ള മോഡിലല്ല, ആ ഒരു മാനറിലല്ല അത് ഓഫർ ആക്സെപ്റ്റ് ചെയ്യുന്നത് വെച്ചെങ്കിൽ എന്താണ് ആ ഒരു ഓഫർ ലാപ്സ് ആയി പോകുമെന്നാണ് പറയുന്നത്. ഓക്കെ, ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എ ഓഫർ ടു സെൽ ഹിസ് ഹൗസ് ടു ബി ആൻഡ് right to be send your acceptance by email. Now if the acceptance is sent by some other mode, then A may not be bound by acceptance. You have learned about in the details subsection 2, 3, 4. Okay, ഈ സെക്ഷനിൽ നമ്മൾ 2, 3 മുമ്പ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യം തന്നെയാണ്. ഇവിടെ എ അവരുടെ ആക്സെപ്റ്റൻസ് ബിനോട് ഇമെയിൽ ത്രൂ ആണ് അയക്കാൻ പറഞ്ഞിട്ടുള്ളത്. ഒരു എന്താണ് പ്രിസ്ക്രൈബ്ഡ് മാനർ പറഞ്ഞു, ഇമെയിൽ ത്രൂ ആണ് നിങ്ങളുടെ ആക്സെപ്റ്റൻസ് അറിയിക്കേണ്ടത്. പക്ഷെ ബി അത് വേറെ മോഡ് വഴിയാണ് എന്താണ് അയച്ചിട്ടുള്ളത്. അപ്പോൾ അതെന്താണ് ഇല്ലാണ്ടായി, അവിടെ ലാപ്സ് ആയി പോയതാണ് പറയുന്നത്. ഈ 6th വൺ ബൈ കൗണ്ടർ ഓഫർ ബൈ ദ ഓഫറി. ബൈ കൗണ്ടർ ഓഫർ ബൈ ദ ഓഫർ. ഈ കൗണ്ടർ ഓഫർ എന്താണ്, ഒറിജിനൽ ഓഫർ ഇല്ലാണ്ടാക്കിയിട്ട് പുതിയൊരു ഓഫർ ക്രിയേറ്റ് ചെയ്യുന്നതിനെയാണ് കൗണ്ടർ ഓഫർ എന്ന് വിളിക്കുന്നത്. നമ്മൾ ഡിസ്കസ് ചെയ്തത് തന്നെയാണ്. അപ്പോൾ ഈ ഒരു പോയിന്റിൽ എന്താ പറയുന്നത്, ബൈ കൗണ്ടർ ഓഫർ ബൈ ദ ഓഫറി എന്താണ് നമുക്ക് നോക്കാം. Counter offer means making a fresh offer instead of accepting the original offer. Original offer ഇല്ലാണ്ടാക്കിയിട്ട് ഒരു പുതിയ ഫ്രഷ് ആയിട്ടുള്ള ഒരു ഓഫർ എന്ത് ചെയ്യാണ്, മേക്ക് ചെയ്യുന്നതിനെയാണ് കൗണ്ടർ ഓഫർ എന്ന് വിളിക്കുന്നത്. ഈ കൗണ്ടർ ഓഫർ amount to the rejection of the original offer. ഒറിജിനൽ ഓഫർ എന്ത് ചെയ്യുന്നുണ്ട്, കൗണ്ടർ ഓഫർ റിജക്റ്റ് ചെയ്യുന്നുണ്ട്. As soon as the counter offer is made, the original offer stand la. അതായത് ആ ഒരു കൗണ്ടർ ഓഫർ ഉണ്ടാക്കുമ്പോൾ സ്വാഭാവികമായിട്ടും, അതായത് ഒരു കൗണ്ടർ ഓഫർ എന്ന് പറയുമ്പോൾ ഫ്രഷ് ആയിട്ടൊരു ഓഫറാണ്. അങ്ങനെ ഫ്രഷ് ആയിട്ടൊരു ഓഫർ ഉണ്ടാക്കുമ്പോൾ അല്ലെങ്കിൽ കൗണ്ടർ ഓഫർ ഉണ്ടാക്കുമ്പോൾ അവിടെ എന്താണ് കാലഹരണപ്പെട്ടു പോകുന്നത്, ഒറിജിനൽ ഓഫറാണ് അവിടെ എന്താവുന്നത്, ഇല്ലാണ്ടാവുന്നത്. ഇഫ് ദ പേഴ്സൺ ഹൂ മേക്ക് എ കൗണ്ടർ ഓഫർ ചേഞ്ച് ഹിസ് മൈൻഡ് ആൻഡ് വിഷ് ടു ആക്സെപ്റ്റ് ദ ഒറിജിനൽ ഓഫർ, ഹി കാനോട്ട് ഡു സോ. അങ്ങനെ കൗണ്ടർ ഓഫർ ഉണ്ടാക്കുന്ന ടൈമിൽ ആ ഉണ്ടാക്കുന്ന വ്യക്തിക്ക് പെട്ടെന്ന് അദ്ദേഹത്തിന്റെ മൈൻഡ് മാറിയിട്ട് ഒറിജിനൽ ഓഫർ അദ്ദേഹം റിജക്റ്റ് ചെയ്തിട്ടുള്ള ഒറിജിനൽ ഓഫർ ആക്സെപ്റ്റ് ചെയ്യണമെന്ന് വിചാരിക്കുകയാണെങ്കിൽ അത് ഒരിക്കലും പോസിബിൾ അല്ല, അങ്ങനെ ചെയ്യാൻ പറ്റില്ല. ഒറിജിനൽ ഓഫർ റിജക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്, അത് റിജക്റ്റ് ചെയ്ത് തന്നെയാണ്. പിന്നെ അത് ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇവിടെ എക്സാമ്പിൾ പറയുന്നുണ്ട്, എ ഓഫർ ടു സെൽ ഹിസ് ബൈസിക്കിൾ ടു ബി ഫോർ 500 rupees. എ തന്റെ സൈക്കിള് ബിക്ക് 500 രൂപയ്ക്ക് വിൽക്കാൻ എന്താണ് തയ്യാറായി. ബി സെഡ് ദാറ്റ് ഹി വുഡ് ബൈ ഇറ്റ് ഫോർ 200. അപ്പോൾ ബി പറയാണ്, അപ്പോൾ ബി വേറൊരു ഓഫർ വെച്ചു ഞാനത് 200-ന് എന്താണ് വാങ്ങാൻ പറ്റുന്നത്. അപ്പോൾ ഇവിടെ എന്താണ്, ഒരു കൗണ്ടർ ഓഫർ ഉണ്ടായി, ഒറിജിനൽ ഓഫർ ഇല്ലാണ്ടായിട്ട് ഒരു കൗണ്ടർ ഓഫർ ഉണ്ടായി. അതാണ് ബൈ കൗണ്ടർ ഓഫർ ബൈ ദ ഓഫറി. ഇതവിടെ ഓഫറിയാണ്, ബി ആണ് ഒരു കൗണ്ടർ ഓഫർ ഉണ്ടാക്കിയത്. എ ഒറിജിനൽ ഓഫർ എന്താണ് കൊടുത്തു അല്ലേ, 500 rupees-ന് ബൈസിക്കിൾ സെൽ ചെയ്യാമെന്നുള്ളത്. പക്ഷെ ബി എന്ത് ചെയ്തു, അത് 200 rupees-ന് വാങ്ങാന്നുള്ളൊരു വേറൊരു ഓഫർ ഉണ്ടാക്കി. അപ്പോൾ അത് ഓഫർ ക്രിയേറ്റ് ചെയ്തൊരു കൗണ്ടർ ഓഫറാണ്. അപ്പോഴും എന്തായി മാറും, നമ്മളുടെ എന്താണ് നമ്മുടെ ഓഫർ ലാപ്സ് ആയി പോകും. ദെൻ ബൈ റിവോക്കേഷൻ എന്താണ്, ഇഫ് ദ ഓഫറർ റിവോക്ക് ദ ഓഫർ ബിഫോർ ഇറ്റ്സ് ആക്സെപ്റ്റൻസ് ബൈ ദ ഓഫറി, ദ ഓഫർ സ്റ്റാൻഡ് എന്താണ് ലാപ്സ്ഡ്. അതായത് ഓഫറെ ആക്സെപ്റ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഓഫറർ ആ ഒരു ഓഫർ റിവോക്ക് ചെയ്യുകയാണെങ്കിൽ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ ആ ഒരു ഓഫർ ലാപ്സ് ആയി പോകുന്നുണ്ട്, കാലഹരണപ്പെട്ട് പോകുന്നുണ്ട്. അതായത് ആ ഒരു ഓഫറി എന്താണ്, ഓഫറിൻ്റെ ആ ഓഫർ ആക്സെപ്റ്റ് ചെയ്യുന്നതിന് മുമ്പ്, ഇപ്പോൾ എ എന്ന് പറയുമ്പോൾ ഓഫററും ബി എന്ന് പറയുമ്പോൾ ഓഫറെയാണ്. ആ ബി എന്റെ ഓഫർ ആക്സെപ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ആ എ ആ ഓഫർ എന്താണ് പിൻവലിക്കുകയാണെങ്കിൽ, റിവോക്ക് ചെയ്യുകയാണെങ്കിൽ, അസാധുവാക്കുകയാണെങ്കിൽ, പിൻവലിക്കുക റിവോക്ക് നമ്മൾ ഡിഫറൻസ് ഉണ്ട്, അസാധുവാക്കുകയാണെങ്കിൽ അതെന്താണ് കാലഹരണപ്പെട്ടു പോകുന്നതാണ് പറയുന്നത്. അക്കോർഡിംഗ് ടു റൂൾസ് ആൻഡ് ഓഫർ ക്യാൻ ബി റിവോക്ഡ് അറ്റ് എനി ടൈം ബിഫോർ ഇറ്റ് ഈസ് ആക്സെപ്റ്റഡ് ബൈ കമ്മ്യൂണിക്കേറ്റിംഗ് എ നോട്ടീസ് ഓഫ് റിവോക്കേഷൻ ടു ദ ഓഫറി. അതായത് നമ്മൾ ഇതിനൊരു റൂൾ ഉണ്ട്, നമുക്ക് ഒറ്റയടിക്ക് റിവോക്ക് ചെയ്യാൻ പറ്റില്ല. റിവോക്കിന് എന്താണ് ഒരു റൂൾ ഉണ്ട്. ആ റൂൾ എന്താണ് പറയുന്നത്, അങ്ങനെ നമ്മൾ റിവോക്ക് ചെയ്യുകയാണെങ്കിൽ ആ ഒരു ഇൻഫോർമേഷന് എന്താണെങ്കിലും ആ ഒരു ഓഫറിക്ക് ഓഫറർ പാസ് ചെയ്യണം.
ഓക്കെ, അത് ആ ഓഫർ അസാധുവാക്കാൻ ആ എന്താണ് ഓഫറിൽ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ആ ഇൻഫോർമേഷന് മസ്റ്റായിട്ടും ആർക്ക് പാസ് ചെയ്യണം, ആ ഓഫർക്ക് പാസ് ചെയ്യണം. അത് റൂളാണ്, റിവോക്കേഷൻ റൂളാണ്. എങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അത് ഇതാക്കാൻ പറ്റുള്ളൂ. ഓക്കെ, ഒരു എക്സാമ്പിൾ എന്താണ്, അവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഇനി 8th പോയിന്റ് ആണ്, ലാസ്റ്റ് ആണ്. ബൈ സബ്സിക്വന്റ് ഇല്ലീഗലി ഓർ ഡിസ്ട്രക്ഷൻ ഓഫ് സബ്ജക്ട് മാറ്റർ. ഇവിടെ എന്താണ് പറഞ്ഞത്, ഈ പോയിന്റിൽ എന്താണ് പറയുന്നത്, ആൻഡ് ഓഫർ ലാബ്സ് ഇഫ് ഇറ്റ് ബിക്കം ഇല്ലീഗൽ ബിഫോർ ഇറ്റ് ഈസ് ആക്സെപ്റ്റഡ്. അതായത് ആ ഓഫർ ആക്സെപ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ഇത് ഇല്ലീഗൽ ആണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ, നിയമവിരുദ്ധമായിട്ടുള്ള ഓഫർ ആണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഓഫർ ലാബ്സ് ആയി പോകുന്നതാണ് പറയുന്നത്. ഓക്കെ, അതിനൊരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. A of Delhi offered to supply 100 bag of rice to be at Lucknow on certain date. അതായത് ഡൽഹിയിലുള്ള എ ലക്നൌവിലുള്ള ബിക്ക് ഒരു സർട്ടൻ നിശ്ചിത സമയത്തിൻ്റെ ഉള്ളിൽ 100 bags ഓഫ് റൈസ് എന്താണ് കൊടുക്കാം, ഓഫർ ചെയ്ത് സപ്ലൈ ചെയ്യാം എന്നുള്ളത് ഓഫർ കൊണ്ടുവന്നു. ഓക്കെ, ബട്ട് ബിഫോർ ദിസ് ഓഫർ ഈസ് ആക്സെപ്റ്റഡ് ബൈ ബി. അത് ബിഫോർ, അതായത് ആ ബി അത് ആക്സെപ്റ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ദ ഗവൺമെന്റ് ഹാസ് ഇഷ്യൂഡ് ആൻ ഓർഡർ. ഗവൺമെന്റ് ഒരു ഓർഡർ ഇഷ്യൂ ചെയ്തു. എന്തായിരുന്നു ഓർഡർ? പ്രൊഹിബിറ്റിംഗ് ദ ഇന്റർ സ്റ്റേറ്റ് മൂവ്മെന്റ് ഓഫ് ഫുഡ് ഗെയിൻസ്. അതായത് ഇന്റർ സ്റ്റേറ്റ് സംസ്ഥാനങ്ങൾ തമ്മിലുള്ള ഫുഡ് കൈമാറുന്നത് പ്രൊഹിബിറ്റ് ചെയ്തു എന്ന് പറഞ്ഞൊരു ഓർഡർ ബി ആ ഓഫർ ആക്സെപ്റ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് കൊണ്ടുവന്നു. ഓക്കെ, അപ്പോൾ എന്താണ് ഇവിടെ ഓട്ടോമാറ്റിക്കലി അവിടെ എന്തായി മാറി, അവിടെ ആ ഒരു ഓഫർ ഇല്ലാണ്ടായി. അതാണ് പറഞ്ഞത് ബൈ സബ്സിക്വന്റ് ഇല്ലീഗലി ഓർ ഡിസ്ട്രക്ഷൻ ഓഫ് സബ്ജക്ട് മാറ്റർ. ഓക്കെ, അപ്പോൾ ലാബ്സ് ഇത് എക്സാമിന് ചോദിക്കാൻ 100% ചാൻസ് ഉള്ള ഒരു ഏരിയ ആണ്. അതാണ് ഇതിനായിട്ട് സെപ്പറേറ്റ് ആയിട്ടൊരു ക്ലാസ് നിങ്ങൾക്ക് ചെയ്ത് തന്നിട്ടുള്ളത്.